ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത്. ഹിന്ദു വിശ്വാസ സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ കുറച്ച് ഘടകങ്ങൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു ഹിന്ദു ആയിരുന്നാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി എന്നവണ്ണം ഇനി കുറച്ച് കാര്യങ്ങളെ കൂടെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഓംകാരം എന്ന് പറയുന്നത്. ഈ ഓംകാരത്തിന് പ്രണവം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഓംകാരത്തിൽ ആ, ഉ, മ എന്നീ 3 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹരി എന്ന പദത്തിന്റെ അർത്ഥം ഈശ്വരൻ അല്ലെങ്കിൽ വിഷ്ണു എന്നാണ്. വിഷ്ണു ഭഗവാന് ഹരി എന്ന പേര് ലഭിച്ചത് പാപങ്ങൾ ഇല്ലാതാക്കുന്നതിനാലാണ്. ഹരൻ ഹരതി പാപാനി എന്നാണ് പ്രമാണം പറയുന്നത്. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നവനെന്നും വ്യാപനശീലൻ എന്നുമാണ്. ത്രിമൂർത്തികൾ ആരെല്ലാമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ത്രിലോകങ്ങൾ ഏതൊക്കെയാണ്? സ്വർഗം, ഭൂമി, പാതാളം. ത്രിഗുണങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണ് ത്രിഗുണങ്ങൾ. അപ്പോൾ ത്രികർമ്മങ്ങളുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയാണ് ത്രികർമ്മങ്ങൾ. ഇനി 3 അവസ്ഥകളുണ്ട്. അത് ഉത്സവം, വളർച്ച, നാശം എന്നിങ്ങനെയാണ്. അതിനെ തന്നെ നമുക്ക് സുഷുപ്തി എന്നും സ്വപ്നമെന്നും ജാഗ്രത എന്നും പറയാം. ഇനി 3 കരണങ്ങളുണ്ട്. അത് മനസ്സ്, വാക്ക്, ശരീരം എന്നിവയാണ്. ഇനി ത്രിദശന്മാർ ആരൊക്കെയാണ്? ദേവന്മാരെയാണ് ത്രിദശന്മാർ എന്ന് പറയുന്നത്. അതായത് ബാല്യം, കൗമാരം, യൗവനം ഈ 3 അവസ്ഥകൾ മാത്രമാണ് ദേവന്മാർക്കുള്ളത്. അതിനാലാണ് അവർക്ക് ത്രിദശന്മാർ എന്ന് പറയുന്നത്. ത്രിസന്ധ്യകൾ എന്തെല്ലാമാണ്? പ്രാന്നം, മധ്യാഹ്നം, അപരാഹ്നം ഇവയാണ് ത്രിസന്ധ്യകൾ. അതിനെ പ്രഭാത സന്ധ്യ എന്നും മധ്യാഹ്ന സന്ധ്യ എന്നും പ്രദോഷ സന്ധ്യ എന്നും നമ്മൾ പറയപ്പെടുന്നു. ത്രിനയനൻ ആരാണ്? ശിവനാണ് ത്രിനയനൻ. അദ്ദേഹത്തിന്റെ മറ്റ് 3 പദങ്ങളാണ് ശംഭു, ശങ്കരൻ, മഹാദേവൻ എന്നിവ. ത്രിനയനങ്ങൾ എന്തെല്ലാമാണ്? സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഈ തേജസ്സുകളാണ് ത്രിനയനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി വേദങ്ങൾ എത്രയാണ്? അവ 4 ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ചതുർവേദങ്ങൾ എന്നുള്ളത്. ഇനി ആരാണ് വേദങ്ങൾക്ക് ഈ പേര് നൽകിയതെന്നറിയാമോ? അത് വേദവ്യാസനാണ്. വേദവ്യാസനെ കൃഷ്ണദ്വൈപായനൻ എന്നാണ് പറയുന്നത്. കറുത്ത നിറമുള്ളതിനാൽ കൃഷ്ണൻ എന്നും ദ്വീപിൽ ജനിക്കിയാൽ ദ്വൈപായനൻ എന്നും 2 പേരും ചേർന്ന് കൃഷ്ണദ്വൈപായനൻ എന്ന് പേര് വന്നു. ചതുരാനനൻ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാവിനെയാണ്. 4 മുഖമുള്ളത് കൊണ്ടാണ് ബ്രഹ്മാവിനെ ചതുരാനനൻ എന്നറിയപ്പെടുന്നത്. ഇനി ചതുരുപായങ്ങൾ ഏതെല്ലാമാണ്? സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവയാണ് ചതുരുപായങ്ങൾ. ചതുർത്ഥി എന്നാൽ എന്താണ്? വാവ് കഴിഞ്ഞ് 4-ാം നാൾ വരുന്ന ദിവസത്തെയാണ് ചതുർത്ഥി എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി. ഇത് ഗണപതി പൂജയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ചതുർദശകൾ ഏതെല്ലാമാണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇവയാണ് ചതുർദശകൾ. ചതുർദന്തൻ ഐരാവതത്തെയാണ് ചതുർദന്തൻ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രന്റെ വാഹനം. അതിന് 4 കൊമ്പുകളാണുള്ളത്. അതുകൊണ്ടാണ് അതിനെ ചതുർദന്തൻ എന്നറിയപ്പെടുന്നത്. ഇനി ചതുരാശ്രമങ്ങളുണ്ട്. അത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ്. ചതുർഭുജൻ എന്നത് മഹാവിഷ്ണുവിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ തന്നെയുള്ള മറ്റു പേരുകളാണ് പത്മനാഭൻ, കേശവൻ, മാധവൻ, വാസുദേവൻ എന്നിവ. ഇന്ന് ഹിന്ദുമതം എന്ന് പറയുന്നതിന്റെ പൗരാണികമായിട്ടുള്ള നാമം സനാതനമതം എന്നും അല്ലെങ്കിൽ വേദാന്ത മതം എന്നുമൊക്കെയായിരുന്നു. ഹിന്ദു എന്ന പേര്
പാശ്ചാത്യരുടെ ആഗമന ശേഷമാണ് നമുക്കുണ്ടായത്. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം അക്രമത്തെയും അക്രമികളെയും അധർമ്മത്തെയും അധർമ്മികളെയും എതിർക്കുന്നവൻ എന്നാണ്. ഹിംസാം ദൂഷയതേ ഇത് ഹിന്ദു എന്നാണ് പ്രമാണം പറയുന്നത്. ലോകങ്ങൾ മൊത്തമുള്ളത് 14 എണ്ണമാണ്. ഭൂമിക്ക് ഉപരി 7 എണ്ണവും ഭൂമി ഉൾപ്പെടെ താഴെ 7 എണ്ണവും. ഇങ്ങനെയാണ് 14 ലോകങ്ങൾ. ചതുർദശ ലോകങ്ങൾ എന്നാണ് ഇവയ്ക്ക് പേര് പറയുന്നത്. ഉപരിലോകങ്ങളുടെ പേര് ഭൂവർലോകം, സ്വർഗലോകം, ജനലോകം, തപോലോകം, മഹർലോകം, സത്യലോകം എന്നിവയാണ്. ഇനി അധോലോകങ്ങളുടെ പേര് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിവയാണ്. ഇതിൽ സത്യലോകത്താണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ബ്രഹ്മാവിന്റെ വാഹനം അരയന്നമാണ്. ബ്രഹ്മാവിന്റെ ഉത്ഭവസ്ഥാനം താമരപ്പൂവാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പത്മസംഭവൻ എന്ന് വിളിക്കുന്നത്. രുദ്രൻ ബ്രഹ്മാവിന്റെ പുരുകങ്ങളുടെ മധ്യത്തിൽ നിന്നും അല്ലെങ്കിൽ നെറ്റിയിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. നീലകണ്ഠൻ എന്ന് പേര് വരുന്നത് ഭഗവാൻ ശിവനാണ്. കഴുത്തിൽ നീലനിറമുള്ളതിനാലാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത്. ഹാലാഹലം ലോകനാശക ശക്തിയുള്ള ഒരു വിഷമാണ്. പാലാഴി മദന സമയത്ത് വാസുകിയിൽ നിന്നുമാണ് ഈ ഹാലാഹലം എന്നുള്ള വിഷം ഉണ്ടായത്. നമശിവായ എന്നതാണ് പഞ്ചാക്ഷര മന്ത്രം. ഓം നമശിവായ എന്ന് പറയുമ്പോൾ അത് ഷഡാക്ഷരിയായി മാറുന്നുണ്ട്. പഞ്ചാക്ഷരത്തിന്റെ സൂക്ഷ്മ സ്വരൂപമാണ് ഓം എന്നുള്ളത്. ഓംകാരത്തിന്റെ സ്ഥൂല രൂപമാണ് നമശിവായ എന്ന് പറയുന്നത്. ഓംകാരത്തിന്റെ സൂക്ഷ്മ രൂപത്തിലുള്ള 5 അംഗങ്ങളാണ് ആ, ഉ, മ, ബിന്ദു, നാദം എന്നിവ. പഞ്ചമുഖൻ എന്നറിയപ്പെടുന്നത് ഭഗവാൻ ശിവനെയാണ്. ശിവന്റെ ആസ്ഥാനം കൈലാസമാണ്. വാഹനം വൃഷഭം അഥവാ കാളയാണ്, നന്ദി എന്ന് നമ്മളറിയാം. ശിവൻ രാവണന് നൽകിയ ആയുധത്തിന്റെ പേരാണ് ചന്ദ്രഹാസം എന്ന് പറയുന്നത്. ശിവപൂജയ്ക്കുള്ള പ്രധാനപ്പെട്ട മന്ത്രം ഓം നമഃശിവായ എന്നുള്ളതാണ്. ശിവപൂജയ്ക്കുള്ള പ്രധാന പുഷ്പം ബില്വദളം അഥവാ കൂവളത്തിലയാണ്. ശിവപ്രീതിക്കുള്ള പ്രധാന വ്രതങ്ങൾ ശിവരാത്രി, പ്രദോഷം, ശനിപ്രദോഷം, സോമവാര വ്രതം എന്നിവയാണ്. പുരാരി എന്നറിയപ്പെടുന്നത് ശിവനെ തന്നെയാണ്. ത്രിപുരന്മാരെ നശിപ്പിച്ചതിനാലാണ് അദ്ദേഹത്തിന് പുരാരി എന്ന പേര് ലഭിച്ചത്. ഭവാനി എന്നറിയപ്പെടുന്നത് പാർവതി ദേവിയാണ്. ഭവന്റെ പത്നിയാകയാലാണ് ഭവാനി എന്ന പേര് പാർവതിക്ക് ലഭിച്ചത്. പാർവതി ദക്ഷന്റെ പുത്രിയായ സതിയായിരുന്നു മുൻജന്മത്തിൽ. പാർവതി ദേവിയുടെ അച്ഛനമ്മമാർ ഹിമവാനും മേനകയുമാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ ഹിന്ദുക്കൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആഴത്തിലേക്ക് പഠിക്കാൻ നമുക്കുണ്ട്. വരും എപ്പിസോഡുകളിൽ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഹിന്ദുക്കളിലേക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെത്തിക്കുന്നതിനുള്ള ഒരു സ്രോതസ് നമുക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പണ്ട് ഋഷീശ്വരന്മാർ നമുക്കായി മാറ്റിവെച്ചിട്ടുള്ള ഇത്രയും ബൃഹത്തായിരിക്കുന്ന ഒരു അനുഭവ ഗുണസമ്പത്ത് നമ്മളത് വേണ്ട വിധം പരിപാലിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. മറ്റു മതങ്ങളിലെല്ലാം തന്നെ അവർക്ക് മതപഠനത്തിനായാലും മതകാര്യങ്ങൾ പഠിക്കുന്നതിനായാലും പ്രത്യേകം വിദ്യാലയങ്ങളും അധ്യാപകരുമുള്ളപ്പോൾ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇവയൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു തരാൻ വന്നാലോ അവരെ കളിയാക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.